ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മൾ കുറച്ചധികം ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് KCB വർക്കർ നോട്ടിഫിക്കേഷന്റെ കാര്യങ്ങൾ അല്ലെ. അപ്പൊ അതിലവിടെ ക്വാളിഫിക്കേഷന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റ് അവിടെ വന്നതുകൊണ്ട് അതിലുള്ള ക്ലാരിറ്റി എന്ത് ചെയ്തു നിങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല ക്ലാരിറ്റി ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെ. 10th പ്ലസ് ITI. അതിൽ പിന്നെ ഡിപ്ലോമ ബിടെക്കിന്റെ കാര്യം നമ്മൾ അതിപ്പോ മെൻഷൻ ചെയ്തില്ല. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഹയർ ക്വാളിഫിക്കേഷൻസിന്റെ കാര്യം പറയുന്നുണ്ടാവും. എനിവേ ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് നിങ്ങൾക്ക് അവിടെ ക്ലാരിറ്റി വന്നു. ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ ഏജ് ലിമിറ്റ് 36 തന്നെ ആവാനാണ് സാധ്യത. അത് നമുക്ക് അവിടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലായിരിക്കും നമുക്ക് അറിയുന്നുണ്ടാവും. ചിലപ്പോൾ 40ലേക്ക് 39ലേക്ക് വരുന്നുണ്ടാവും. അത് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. പിന്നെ എന്താണ് നോട്ടിഫിക്കേഷൻ എപ്പോൾ വരാം, PSCക്ക് എത്ര ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എത്ര ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാം, നോട്ടിഫിക്കേഷൻ എപ്പോൾ വരാം, അത് കൂടാണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എക്സാം എപ്പോഴായിരിക്കും, അതുപോലെ സിലബസ് എന്തായിരിക്കും, അതിലേക്ക് നമുക്ക് വരാം. ഇപ്പൊ നമുക്ക് അത് എത്ര ഒഴിവുകൾ പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്നത്തെ കണ്ടന്റ്. അതേ പിന്നെ നമ്മള് കഴിഞ്ഞ മാസം നമ്മൾ നിയമസഭയില് വൈദ്യുതി വകുപ്പ് മന്ത്രി കൊടുത്ത ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് കാണാം. അതിൽ നമ്മൾ ലൈൻമാന്റെ എത്ര വേക്കൻസി ഉണ്ടെന്നും വർക്കറിന്റെ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. വർക്കറിൽ അതിൽ വേക്കൻസികൾ ഉണ്ട്, ഒഴിവുകൾ ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞു. എത്രയാണെന്നില്ല സ്പെസിഫൈ ചെയ്ത് പറഞ്ഞില്ല. പക്ഷെ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തു, കൃത്യമായിട്ട് ഒരു ഡോക്യുമെന്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് KCB വർക്കർ തസ്തികയിൽ 4000-ലധികം ഒഴിവുകൾ ഉണ്ട് എന്നുള്ള രീതിയിൽ. അതിന് മുന്നേ നിങ്ങൾക്ക് ഇതെന്തായിരിക്കും, KCBയിൽ വന്ന വർക്കർ പോസ്റ്റ് മുന്നേ എന്തായിരിക്കും, ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ പ്രാവശ്യം എന്തായിരിക്കും, ഡിസ്ട്രിക്ട് വൈസ് തന്നെ ആവാനാണ് സാധ്യത. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും നിയമന ശുപാർശകളാണ് ഓരോരോ ജില്ലകളിൽ പോയിട്ടുള്ളത്. ഇനി ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മളവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ വർക്കർ തസ്തികയിൽ 1909 ഒഴിവുകളാണുള്ളത്. അത്ര 1909 ഒഴിവുകളുണ്ട്. 3085 പേർക്ക് ലൈൻമാൻ ഗ്രേഡ് 2 തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതോടെ ആകെ ഒഴിവുകൾ 4994 വർദ്ധിക്കും. ഇതിലെന്താ കാരണം, നിങ്ങളിപ്പോ ഒരു വർഷം വർക്കറായിട്ട് നിങ്ങൾ ജോലി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവിടെ പ്രൊമോഷനായി. ലൈൻമാൻ ഗ്രേഡ് 2 എന്ന് പറയുന്ന തസ്തികയിലേക്ക് തന്നെ അവിടെ പ്രൊമോഷനായി അല്ലെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും 1909 ഇപ്പൊ ഉള്ളത്. അതില് 3085 പേർക്ക് എന്ത് ചെയ്യണം, അവിടെ ലൈൻമാൻ ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എന്താ സ്ഥാനക്കയറ്റം നൽകണം. അങ്ങനെ നൽകുവാണെങ്കിൽ ടോട്ടൽ 4994 വേക്കൻസീസ് എന്തുണ്ട് ഇപ്പം നിലവിൽ ഉണ്ട്. ഓക്കെ, അതായത് 1909 ഇപ്പൊ നിലവിലുള്ളത്. അതിൽ ലൈൻമാൻ ഗ്രേഡ് 2ലേക്ക് 3085 പേർക്ക് സ്ഥാനക്കയറ്റം കൊടുക്കും. അപ്പൊ അങ്ങനെ ആകുമ്പോഴെന്താ 4994 വേക്കൻസീസ് അവിടെ ഉണ്ടാകും. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു സെക്ഷൻ ഓഫീസിൽ 6 വർക്കേഴ്സ് ആണ് ഉണ്ടാവുക. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സെക്ഷൻ ഓഫീസിൽ 6 വർക്കേഴ്സ്, അങ്ങനെയാണ് അവരുടെ റേഷ്യോ ഉള്ളത്. അപ്പോ ഈ വർക്കേഴ്സിന്റെ സ്ഥാനക്കാരാണ് ഈ ലൈൻമാൻ ഗ്രേഡ് 2, ലൈൻമാൻ അങ്ങനെയുള്ള പോസ്റ്റിലൊക്കെ വരുന്നത്. പിന്നെ ഓവർസിയർ, പിന്നെ സബ് എഞ്ചിനീയർ വരെ ആവാം. ഓക്കെ, അപ്പൊ അങ്ങനെ മുന്നേ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഈ ടെക്നിക്കൽ നോളജ് ഇല്ലാത്തവര് എന്ത് ചെയ്തു, ഈ 10ാം ക്ലാസ് പിന്നെ വിദൂര വിദ്യാഭ്യാസം വഴി 10ാം ക്ലാസ് പാസ്സായിട്ട് അങ്ങനെയൊക്കെയാണ് അവരെന്ത് ഉയർന്ന പോസ്റ്റുകളിലേക്ക് എത്തിയേക്കുന്നത്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി അതോറിറ്റി എന്ത് ചെയ്തിരിക്കുന്നത്, ടെക്നിക്കൽ നോളജ് ഉള്ളവരെ മാത്രം റിക്രൂട്ട് ചെയ്യാന്നുള്ള രീതിയിലൊക്കെ അവിടെ അമെന്റ്മെന്റ് ഒക്കെ വന്നേക്കുന്നത് അല്ലെ. അപ്പോ അങ്ങനെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പൊ 1909 ഒഴിവുകൾ ഇപ്പം അവിടെ നിലവിലുണ്ട്. അതിന്റെ കൂടെ 3085 പേർക്ക് നിലവിലുള്ള വർക്കർ തസ്തികയിൽ നിന്ന് സ്ഥാനക്കയറ്റം കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ 4994 ഒഴിവുകൾ അവിടെ ഉണ്ടാവും. ഇതിൽ എത്ര ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ഇപ്പം പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ഇതാണ് കറന്റ് സിറ്റുവേഷൻ. ഓക്കെ, ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.